സുധീഷ്, ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്കൊരു സിനിമയാണ് ഓർമ്മ വരുന്നത്, റാംബോ, സിൽവസ്റ്റർ സ്റ്റാലൻ അഭിനയിച്ച. അതിൽ ഏത് പാർട്ടാണെന്ന് അറിയില്ല, പക്ഷേ 3 അതിൻ്റെ ഏറ്റവും അവസാനം ഒരു അതിൽ എഴുതി കാണിച്ചൊരു കാര്യമുണ്ട്. അതായത് അധിനിവേശത്തിനെതിരെ പോരാടുന്ന അഫ്ഗാനിലെ പോരാളികൾക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഏതാണ്ട് അർത്ഥം വരുന്നതാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അവിടെ അധിനിവേശം നടത്തി. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. പിന്നെ അമേരിക്കയായിരുന്നു നെക്സ്റ്റ് അഫ്ഗാനിൽ വന്നത്. ഈ തരത്തിൽ ഇതിനെയൊക്കെ നേരിട്ട് എല്ലാ കാലത്തും ഗറില്ല യുദ്ധമുറകളിലൂടെ അങ്ങനെ പൂർണ്ണമായിട്ടും കീഴടങ്ങാതെ നിന്നൊരു പ്രദേശമാണ് ഈ അഫ്ഗാൻ. പലപ്പോഴും എപ്പോഴും അങ്ങ് ബുദ്ധിമുട്ടാണ്, ആര് പിടിക്കാൻ ചെന്നാലും ശല്യമാണ് അവിടെ, അല്ലേ? ഇപ്പോൾ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ നല്ല സംഘർഷം ഉണ്ടായിരിക്കുകയാണ്, നേരിട്ടുള്ള അടിയാണ് നടന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു സാഹചര്യം? അതേസമയം അഫ്ഗാൻ ഇന്ത്യയുമായി ഒരടുപ്പവും ഉണ്ടാക്കിയിരിക്കുകയാണ്. അഫ്ഗാനികൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഗോത്രവർഗ മാനസികാവസ്ഥയുള്ള ദിയോബന്ദികളായ മനുഷ്യരാണ്. ആ അഫ്ഗാനികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അഫ്ഗാനികൾക്ക് ഏറ്റവും വില മതിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ അഭിമാനം, ഓണർ എന്നൊക്കെ പറയുന്ന വംശാഭിമാനമാണ്. അത് ആ വംശാഭിമാനത്തിനൊരു ക്ഷതം പറ്റിയാൽ അതിനുള്ള പ്രതികാരം ചെയ്യാതെ അടങ്ങുകയില്ല എന്ന ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യരാണ് അഫ്ഗാനികൾ. അഫ്ഗാനികളുടെ പ്രതികാരം ഭയങ്കര ഫേമസ് ആണ്. കാരണം അത് തലമുറകൾ നീണ്ടു കഴിഞ്ഞിട്ടാണ് പ്രതികാരം ചെയ്യുന്നത്. കാരണം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കഥകൾ പകർന്നു കൊടുക്കുകയും അതിന് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പൂർവ്വപിതാക്കന്മാർ മരണമടയുകയും ചെയ്യുന്ന ആ ഒരു കൾച്ചറുള്ള മനുഷ്യരാണ്. അങ്ങനെയുള്ള മനുഷ്യരെ, അവരുള്ളത് കൊണ്ട് തൃപ്തരാണ്. അങ്ങനെയുള്ള മനുഷ്യരെ ആണ് ഉദ്ധരിക്കാനായിട്ട് അമേരിക്ക ചാടി ചെന്ന് കയറിയത്, സോവിയറ്റ് യൂണിയൻ ചാടി ചെന്ന് കയറിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാകിസ്ഥാൻ, ഞങ്ങളുടെ 5ാമത്തെ പ്രൊവിൻസ് ആകുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ് കണ്ടോടാ ഇന്ത്യക്കാര എന്നൊക്കെ പറഞ്ഞ് അന്ന് വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു, ഓർക്കണ്ടോ? പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാകിസ്ഥാൻ എന്തോ ചെയ്തു, ഇവരുടെ പേരിൽ പിച്ചച്ചട്ടി എടുത്തിട്ട് ഇറക്കാൻ തുടങ്ങി. അഭിമാനികളായ മനുഷ്യർ, അവരുള്ള കഞ്ഞി മൂടി കുടിച്ച് കയറി കവന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യർ അവരുടെ പേരിൽ പാകിസ്ഥാൻ ഇറക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് നാണക്കേടാ. അത് ആലോചിക്കാനുള്ള വിവരം പാകിസ്ഥാനില്ലാതെ പോയി, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അലമ്പുകളും ബഹളങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി തർക്കങ്ങളായി, ഉന്തായി തള്ളായി. പാകിസ്ഥാനിൽ ബോംബുകൾ പൊട്ടാൻ തുടങ്ങി, മസ്ജിദുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. വേറെ കാര്യമുണ്ട്, ഈ അഫ്ഗാനികൾ ദിയോബന്ദികൾ ആണ്. ഇസ്ലാമിലെ 2 സ്കൂൾ ഓഫ് തോട്ടാണ് ബറേൽവിയും ദിയോബന്ദിയും. ബറേൽവികൾ ആണ് സുന്നികളും ഈ തെഹ്രീക്കെ ബൈക്ക് അങ്ങനെയുള്ള ആൾക്കാർ. അഫ്ഗാനികൾ ദിയോബന്ദികളായിട്ടുള്ള ആ ഒരു ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിർ എന്ന് വിളിക്കുന്നവരാണ്. അങ്ങനൊരു ക്ലാഷും കൂടെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇതിൻ്റെ അങ്ങാപ്പുറത്താണ് ഈ ബഹളങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നത്. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ആണ് ഇതിന് മാത്രം ബഹളം പാകിസ്ഥാൻ്റെ അകത്തുണ്ടാക്കിയത്. ഇന്നിപ്പോൾ മുത്തക്കി അഫ്ഗാൻ്റെ ഫോറിൻ മിനിസ്റ്റർ, ഇന്ത്യയിൽ വന്ന ഫോറിൻ മിനിസ്റ്റർ, അദ്ദേഹം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ്റെ ഒരൊറ്റ മർക്കസ് പോലും അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിലില്ല. അത് അന്വേഷിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വരണ്ട എന്നാണ് പറഞ്ഞ് വരുന്നത്. ഈ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്ഗാനികളായിട്ടുള്ള 70 ലക്ഷത്തോളം ആൾക്കാർ പാകിസ്ഥാൻ്റെ അകത്തുണ്ട്. ഇന്നത്തെ പാകിസ്ഥാൻ്റെ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഏകദേശം 70 ലക്ഷത്തോളമുള്ള അഫ്ഗാനികളുണ്ട്. അവരെ അവിടെ നിന്ന് കുടി ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ തുടങ്ങിയത്. അന്നേരം പാകിസ്ഥാൻ്റെ ആവശ്യങ്ങൾക്ക്, പാകിസ്ഥാൻ്റെ തോന്നിയാസങ്ങൾക്ക് തുള്ളാനായിട്ട് അഫ്ഗാനെ കിട്ടില്ല എന്ന് കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഇതും ഒക്കെ വന്നതും ഇവർ തമ്മിൽ ഒരു അലമ്പാവുന്നതും. അങ്ങനെയാണ് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ അടിപൊട്ടിക്കാൻ തുടങ്ങിയത് അതിൻ്റെ അകത്ത്. അങ്ങനെയൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഈ ഇരിപ്പുവശം തെറ്റുന്നത്. ഈ ഇരിപ്പുവശം തെറ്റിയതാണോ തെറ്റിച്ചതാണോ എന്നും ചോദിക്കരുത്, എനിക്കറിയാൻ പാടില്ല, അങ്ങനെ പറയാൻ പറ്റൂ. നമ്മൾ ഡീപ് സ്റ്റേറ്റ് അല്ലല്ലോ, നമ്മൾ ഡീസൻ്റാണ്. അതെ, അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ഡീസൻ്റ്. അതല്ല, അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ
അമേരിക്ക പോയപ്പോൾ, അതായത് അമേരിക്ക ഒഴിഞ്ഞു പോയപ്പോൾ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത്, പൊതുവെ ഇന്ത്യ വിരുദ്ധർ പ്രതീക്ഷിച്ചിരുന്നത് ഈ പറയുന്ന താലിബാൻ പതിയെ കശ്മീർ കേന്ദ്രമാക്കി പതിയെ ഇന്ത്യക്കെതിരെ തിരിയും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. നമുക്കും അങ്ങനെ ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ശത്രുവിനെതിരെ തിരിയുന്ന രീതിയിലും മാത്രം ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന രീതിയിലും അഫ്ഗാൻ മാറി. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഈ അഭിമാനികളായ മനുഷ്യരായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അവരെ ഈ പൈസ അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിച്ച് എന്താ പറയുക ഇളക്കാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിൽ പൈസ അല്ല വലുത്. നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാടി മൂടി കുടിച്ച് കവന്ന് കയറി കിടന്നുറങ്ങുന്ന മനുഷ്യരെ അതിൽ സന്തോഷവാന്മാരാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കോട്ട് വേറൊരു രാജ്യം അധിനിവേശത്തോട് കൂട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് ഒരു യൂണിഫോം ഇട്ട ഒരാൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്ഥാന താലിബാൻ ഭരണകൂടത്തിൻ്റെ തന്നെ ആയിട്ട് വന്നു, നമ്മളോട് വല്ലതും സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വരൂ, ഡിപ്ലോമാറ്റിക് ആയിട്ട് വരും, നമുക്ക് സംസാരിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ യൂണിഫോം ഇട്ട ഒരാൾ ഇനി ഇങ്ങോട്ട് കയറണ്ട, മറ്റൊരു രാജ്യത്തിൻ്റെ യൂണിഫോം ഇട്ട ഒരാൾ ഇനി ഇങ്ങോട്ട് കയറണ്ട എന്നുള്ളതാണ്. വളരെ ക്ലിയറാണ് മെസ്സേജ്. അങ്ങനെ ഉള്ള ഒരു സിനാരിയോയിൽ ആണ് ഇവർ തമ്മിൽ തെറ്റുന്നതും ഈ അടിയുണ്ടാവുന്നതും. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച പോലെ LS-6 പ്രിസിഷൻ ലേസർ ഗൈഡഡ് ബോംബൊക്കെ ഇട്ടിട്ട് TTP-യുടെ ആൾക്കാരെ തകർക്കാനായിട്ട് ഖൈബർ പഖ്തൂൺഖ്വയിൽ ശ്രമിച്ചതും അത് നടന്നില്ല എന്ന് മാത്രമല്ല, അതിനൊരു റിട്ടാലിയേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പാകിസ്ഥാൻ്റെ ലെഫ്റ്റനന്റ് കേണലും ഒരു മേജറും ഉൾപ്പെടെയുള്ള പട്ടാളക്കാർ മരിച്ചു. അതിൻ്റെ ഒരു റിട്ടാലിയേഷനായിട്ടാണ് പാകിസ്ഥാൻ കാബൂളിൽ എയർ സ്ട്രൈക്ക് നടത്തുന്നത്. എയർ സ്ട്രൈക്ക് നടത്തുന്നത് പറഞ്ഞാൽ നൂർ വലി മഹസൂദ് എന്ന് പറയുന്ന TTP-യുടെ ഒരു നേതാവ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കാബൂളിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തുന്നത്. എയർ സ്ട്രൈക്ക് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നൂർ വലി മസൂദ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വീഡിയോ സന്ദേശം ഇറക്കി, അത് ഞാൻ ഖൈബർ പഖ്തൂൺഖ്വയിൽ ഇരിപ്പുണ്ട്, എന്നെ അന്വേഷിച്ച് എന്തിനാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നതെന്നാണ്. അല്ല, അങ്ങനെ പറയുന്നത് ഇന്ന് 9 ഒക്ടോബർ 10 ഒക്ടോബർ കൃത്യം ആ ഡേറ്റും കൂടെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ഈ ഡേറ്റിൽ ഖൈബർ പഖ്തൂൺഖ്വയിൽ ഇരിപ്പുണ്ട്, എന്നെ തപ്പിയാരും അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണ്ട, TTP ഖൈബർ പഖ്തൂൺഖ്വയിലാണ് ഇരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ്റെ അതിരുകൾക്കുള്ളിലുള്ള 70 ലക്ഷത്തോളം അഫ്ഗാനികളുടെ ഇടയ്ക്ക് നിന്നാണ് ഈ TTP വരുന്നത്. TTP-യുടെ ആവശ്യം എന്തെന്നാ? പാകിസ്ഥാൻ ഇസ്ലാമികമല്ല, പാകിസ്ഥാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എഴുതിയിട്ടുണ്ട്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാനായിട്ട് മനുഷ്യരാളല്ല, അള്ളാഹുവിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് പാകിസ്ഥാനിൽ നടപ്പാക്കേണ്ടത്, അത് ശരിയാണ് നടപ്പാക്കേണ്ടത്. അതിന് പകരം എന്ന് പറഞ്ഞിട്ടാണ് TTP അവിടെ, അതാണ് പുറത്ത് പറയുന്ന ആവശ്യം. ഇതാണ് പുറത്ത് പറയുന്ന ആവശ്യം. തമ്മിൽ തല്ലി ഇവർ തമ്മിൽ തല്ലുന്നതിൻ്റെ അകത്ത് ഞങ്ങളെ എന്തിനാ വലിച്ചിടുന്നതെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ചോദിക്കുന്നത്. ഞങ്ങൾ ഇതുവരെയായിട്ട് ആരും ബന്ധമില്ല. പേരിലൊരു താലിബാനുണ്ട്, താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സ്റ്റുഡൻസ് എന്ന് മറ്റാണ് അർത്ഥം. അത് എന്തിനാ, അതൊരു അറബി വാക്ക് മാത്രമല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഭാഷയിലുള്ളൊരു വാക്ക് മാത്രമല്ലേ, അതിൻ്റെ അകത്ത് നമ്മളെന്തിനാ വലിച്ചിടണം എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ്റെ ചോദ്യം. പ്രശ്നം ഇതൊന്നുമല്ല. ഈ താലിബാൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പണായിട്ടുള്ള ഒരു ചലഞ്ച് കൂടിയാണ്. ബഗ്രാം എയർബേസ് വേണമെന്ന് പറഞ്ഞു, അത് അമേരിക്കയ്ക്ക് വേണമെന്ന് പറഞ്ഞു, അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ മാത്രമല്ല പറഞ്ഞു, ചുറ്റും നിന്നൊരു 9 രാജ്യങ്ങൾ വേറെയും പറഞ്ഞു, ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ വരെ പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ബഗ്രാം എയർബേസിലേക്ക് അമേരിക്കയ്ക്ക് കൊടുക്കരുതെന്ന്. പാകിസ്ഥാൻ വരെ പറഞ്ഞു അമേരിക്കയ്ക്ക് ബഗ്രാം എയർബേസ് കൊടുക്കരുതെന്ന്. ആ ഒരു സിനാരിയോയിലാണ് ചാബഹാർ തുറമുഖത്തിന്, കാരണം അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ചരക്കുകൾ കടന്നു പോകുന്ന ചാബഹാർ തുറമുഖം അത് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ ഇത് ഏർപ്പെടുത്തി 1 മാസം കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഉപരോധം ഏർപ്പെടുത്തും. അങ്ങനെയുള്ള സിനാരിയോയിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ്. ആ ശ്വാസം മുട്ടിക്കുക എന്നുള്ള പരിപാടി നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ബഹളവും അലമ്പും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. TTP അഫ്ഗാനിസ്ഥാനിൽ അല്ല ഉള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റലിജൻസ് പാകിസ്ഥാന് കിട്ടി എന്നാണ് പറയുന്നത്. ISI ആണ് കൊടുത്തത്, ഏതും വരാത്ത ISI അവരാണ് കൊടുത്തത്. ആ ഒരു ന്യൂസ് കൊടുത്ത് അതിനെ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാബൂളിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയത് അമേരിക്കയുടെ താല്പര്യപ്രകാരമാണോ ശരിക്കും അങ്ങനെ ഒരു
ഇന്റലിജൻസ് അവർക്ക് കിട്ടിയിട്ടാണോ? കാരണം ഖൈബർ പഖ്തൂൺഖ്വയിൽ ഇരിക്കുന്ന ആള് കാബൂളിലുണ്ടെന്നുള്ള ഇന്റലിജൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലത്തെ ചേതോവികാരം എന്താണെന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കേണ്ടത്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട്, ഒന്നൊന്നര വർഷമായിട്ട് ഈ ജിയോ പൊളിറ്റിക്സിൽ വന്ന മൊത്തത്തിലുള്ളൊരു മാറ്റം, അത് നമ്മൾ കുറച്ച് നാളായിട്ട് അത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ മിത്രങ്ങൾ പെട്ടെന്ന് ശത്രുക്കളാകുന്ന രീതിയിൽ മാറുന്നു. ശത്രുക്കളായിരുന്നവർ അല്ലെങ്കിൽ അങ്ങനെ കരുതിയിരുന്നവർ മിത്രങ്ങളാകുന്നു. വലിയൊരു മാറ്റമാണ് ലോകക്രമത്തിലുണ്ടായത്. അത് എന്നു മുതലാണ്, എങ്ങനെയാണ് എന്ന് വൈദ്യുതി ആലോചിച്ചോ? ഭാരതം ശക്തിപ്പെട്ട് അത് ഇത്ര നാളും കൂഞ്ഞി നിന്ന, 2014 മുമ്പ് കൂഞ്ഞി നിന്ന ഭാരതം ഓർക്കണ്ടോ? 2012 മറ്റേ ഡോലത്തേൽ ബേഗോൾഡിയിൽ ചൈനീസ് എന്താ പറയുക സ്കഫിൾ ഉണ്ടായ സമയത്ത്, ദോലത് ബേഗോൾഡിയിൽ ചൈനീസ് സ്കഫിൾ ഉണ്ടായ സമയത്ത്, അന്ന് മൻമോഹൻ സിംഗ് സർക്കാർ 2ാം UPA ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്ക എന്ന് വിചാരിച്ചിട്ട് വിളിച്ചോണ്ട് അമേരിക്കയ്ക്ക് പോയത്. അതിനെയാണ് മോദി ഒബാമ എന്ന് കരഞ്ഞു എന്ന് പറഞ്ഞ് മോക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് സ്വന്തമായിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡ് എടുക്കുകയും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ രാജ്യ താല്പര്യം മാത്രം നോക്കി, അതായത് ഒരുത്തിൻ്റെയും വെക്കിട്ട് കയറാൻ പോകുന്നില്ല, നമ്മുടെ രാജ്യ താല്പര്യം മാത്രം നോക്കി നമ്മൾ മുമ്പോട്ട് പോകാൻ തുടങ്ങുകയും നമ്മൾ കച്ചവടത്തിലൂടെ ശക്തി കച്ചവടത്തിലൂടെ ധനികരാവുകയും സംഘടനയിലൂടെ ശക്തി പ്രാപിച്ചു. ബ്രിക്സ്, ക്വാഡ്, അങ്ങനെ സംഘടനയിലൂടെ ശക്തി പ്രാപിക്കുകയും സൗഹൃദം, മറ്റ് പല രാജ്യങ്ങളോടും സൗഹൃദം നടത്തി, വാക്സിൻ ഡിപ്ലോമസി, അങ്ങനെയുള്ള പലതും ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ ലോകക്രമം മാറിയത്. ചുമ്മാതെ അങ്ങൊരു സുപ്രഭാതത്തിൽ എന്താണ് കിഴക്കുന്നുള്ള ഉദിച്ചുകൊണ്ടിരുന്ന സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കല്ല ചെയ്തത്. അതെ അതെ, കറക്റ്റാണ്. നമ്മള് വളരെ കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങി എന്നുള്ളതാണ്. BJPയുടെ പ്ലാനിങ്ങിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോഗ്രസ്. കാരണം ആ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം 2015 ആ സമയത്താണെന്ന് തോന്നുന്നു ഒരു വിൻഡോ കൊടുത്തായിരുന്നു. അന്ന് അരുൺ ജെയ്റ്റ്ലിയാണ് ഫിനാൻസ് മിനിസ്റ്റർ. അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം, എത്രയാണെങ്കിലും കൊണ്ട് ഡിക്ലെയർ ചെയ്ത് ടാക്സ് അടച്ച് പോവാം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് തൊട്ട് പറയുക ഡിമോണിറ്റൈസേഷൻ. അത് കഴിഞ്ഞു. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ കള്ളപ്പണം ഒന്നുകിൽ ബാങ്കിൽ കൊണ്ട് ഇടണം, അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ കൊണ്ട് ഇടണം, അല്ലെങ്കിൽ കത്തിച്ച് കളയണം. 3 ഓപ്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവസാനം വെളിവായി വന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും GST, മനസ്സിലായോ? GST വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും GSTയുടെ ഈ ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് പാരലായിട്ട് മറ്റേ ഇത് UPI കൊണ്ടുവന്നു. GSTയും UPIയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പാരലൽ എക്കണോമിയെ കളഞ്ഞു. ഞാൻ പറയട്ടെ, കേരളത്തിൽ നിന്ന് ഒരു മോട്ടോർ പമ്പ് മേടിക്കാനായിട്ട് ബറോഡ വരെ പോയിട്ട് ട്രെയിൻ ടിക്കറ്റും എടുത്ത് ബറോഡ വരെ പോയി, ബറോഡയിൽ പോയി ഒരു മോട്ടോർ മേടിച്ചുകൊണ്ട് തിരിച്ച് കേരളത്തിൽ വന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ലാഭമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കുറേ പഴയ കാലമാണ്, പക്ഷെ എന്നാൽ പോലും അങ്ങനെ ആയിരുന്നു. അവിടെ നിന്ന് മാറി ഇതിപ്പം ഒരു മോട്ടോർ പമ്പ് മേടിക്കാനായിട്ട് എവിടെ പോയി കഴിഞ്ഞാലും നമുക്കൊരു വ്യത്യാസമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. GST ഉണ്ട്. അതെ, നമ്മുടെ നാട്ടിൽ എന്തുമാത്രം സാധനങ്ങൾ ഉണ്ടാക്കുന്നു, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അത് എന്തുമാത്രം ജനങ്ങളിലെത്തുന്നു, അത് ആരൊക്കെ വഴിയാണ് ഡീലർഷിപ്പ്, ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ്, എല്ലാം സർക്കാരിൻ്റെ കയ്യിൽ ട്രാക്കിംഗ് ഉണ്ട്. UPIക്കകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ മുടക്കുന്നതല്ലാതെ അതിൻ്റെ അകത്ത് ഗൂഗിൾ പേക്കകത്തൊക്കെ പോയി നോക്കിയാൽ ബിസിനസ്സസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. ബിസിനസ്സായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ UPIക്ക് അങ്ങനെയുള്ള ഒരു കടയിൽ പോയി നമ്മളൊരു നാരങ്ങാവെള്ളം മേടിച്ചിട്ട് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ GST UPI വഴി 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് ആ ബിസിനസ് കൺസംഷനിലേക്ക് പോകും. ഇന്റേണൽ കൺസംഷൻ ഓർക്കണ്ടോ? GDP. അതെ, കൃത്യമായിട്ട് അങ്ങനെയാണ് നമ്മൾ ധനികരാകുന്നത്. ഈ സാധനം ഒന്നും ആരും അക്കൗണ്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഈ സാധനം ഒന്നും പണ്ട് ഇതൊക്കെ എയറിൽ എഴുതി കൂട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ബില്ലില്ലാതെ പണ്ട് സാധനം മേടിച്ചു കഴിഞ്ഞാൽ ടാക്സ് കുറവുണ്ടായിരുന്നു. പണ്ട് 14-15 ടാക്സുകളെ ഒരുമിച്ചാക്കിയിട്ടാണ് നമ്മൾ GST ഉണ്ടാക്കിയത്. ഒറ്റ ടാക്സ് ആക്കുന്നത് അവിടെയാണ്.
അതിൻ്റെ അകത്തെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടും സംസ്ഥാന സർക്കാരുകളുടെ റവന്യൂ നഷ്ടം ഒഴിവാക്കാനായിട്ടുമാണ് ഹയർ ബ്രാക്കറ്റ് വെച്ചത്. ഇപ്പോൾ അത് കൂടുതലായതുകൊണ്ട് ശരിക്കും പറയാൻ ഉദ്ദേശിച്ചതിലപ്പുറം പൈസ വിരിഞ്ഞ് കിട്ടാൻ തുടങ്ങി. കാരണം പണ്ട് ഇതിൻ്റെ പകുതി സാധനം ബ്ലാക്ക് ആയിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അത് മാറ്റിയിട്ട് വൈറ്റായി കൃത്യമായ രേഖകളിൽ വന്നു, സർക്കാർ രേഖകളിൽ വന്നു. അങ്ങനെയല്ലേ ഈ GDP കുതിക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു 10 കൊല്ലം കൊണ്ട് കൺസംഷൻ ഇരട്ടിയായോ? ഇല്ല. കൃത്യമായ കൺസംഷൻ പേപ്പറിൽ വന്നു. വ്യത്യാസം അവിടെയാണ്. അതാണ് പ്ലാനിങ്. അക്കൗണ്ടബിലിറ്റി ഉണ്ടായി. അതുകൊണ്ടല്ലേ ഇതെല്ലാം വ്യത്യാസം വരുന്നത്. പ്ലാനിങ്. അടുത്ത പ്ലാനിങ് മറ്റേ ആർട്ടിക്കിൾ 370 ആണ്. 1.5 കൊല്ലം മറ്റേ PDPയുടെ കൂടെ പോയി ഭരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് 6 മാസം ഗവർണറുടെ ഭരണത്തിൽ വെച്ച് 6 മാസം കഴിയുമ്പോൾ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ 6 മാസം കഴിഞ്ഞിട്ടേ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ആ പ്രസിഡന്റിന്റെ ഓർഡറിലാണ് വരുന്നത് മറ്റേ ഇത് ഇന്ത്യൻ പാർലമെന്റ് തീരുമാനിക്കുന്നതെല്ലാം ഇനി കാശ്മീരിൽ ബാധകമാവും. 370 ഈസ് ഗോൺ. അങ്ങനെ ഇന്ത്യൻ പാർലമെന്റാണ് 370 എടുത്തു കളയുന്നത്. ആ ഒരു പ്ലാനിങ് നോക്കണം. 2.5-3 കൊല്ലത്തോളം പ്ലാനിങ് മുന്നേറാൻ മുമ്പേ 2-3 കൊല്ലം മുമ്പേ ചെയ്ത പ്ലാനിങ് കൊണ്ടാണ് ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നത്. പ്ലാനിങ് കൊണ്ടാണ് ചേട്ടാ ഇതെല്ലാം. കൃത്യമായ പ്ലാനിങ്ങോട് പോയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കഷ്ടപ്പെട്ടിട്ടാണ്. അല്ല, ഇതിൽ ഒരു ശ്രദ്ധിക്കേണ്ട മറ്റൊരു മാറ്റമുണ്ട്. അതായത് താലിബാൻ എന്നുള്ളത് മതതീവ്രവാദ സംഘമാണെന്ന് ഉള്ളൊരു അഭിപ്രായം നേരത്തെ ഇന്ത്യക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇന്ത്യയിൽ പലരും അങ്ങനെ ഒരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ താലിബാനുമായിട്ട് സഹകരിക്കുന്ന രീതിയിൽ പഴയ ഖണ്ഡഹാർ വിമാനറാഞ്ചിലൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ സഹകരിക്കുന്ന രീതിയിൽ എത്തിയിരിക്കുന്നു. പല വിമർശനങ്ങളും അതിൽ ഉയരുന്നുണ്ട്. പക്ഷേ അതിൽ വരുന്ന ഒരു പോയിന്റ്, ഇന്ത്യയുടെ താല്പര്യം അത് സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ അത് ആരാണെങ്കിലും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ആരാണെങ്കിലും, നമ്മുടെ താല്പര്യമാണ് പ്രധാനം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സഹകരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഒന്നാമതായിട്ട് ഭാരതത്തിൻ്റെ താല്പര്യം മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് പാകിസ്ഥാൻ ആയാലും ശരി, അഫ്ഗാനിസ്ഥാൻ ആയാലും ശരി, ഇസ്രായേൽ ആയാലും ശരി, അമേരിക്ക ആയാലും ശരി, ലോകത്തെ ഏത് രാഷ്ട്രമായാലും ശരി എന്ന് പറയുന്നത് നമ്മളല്ല, അമേരിക്കക്കാരാണ്. ട്രംപിന് മുമ്പ് ഉണ്ടായിരുന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാലഘട്ടത്തിൽ അമേരിക്കക്കാരാണ് പറഞ്ഞത്. അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഈ വേറൊരു കാര്യവും കൂടെയുണ്ട്. ഈ ഡോവലും താലിബാനുമായിട്ട് അന്നത്തെ കാലത്ത് പോലും നല്ല ബന്ധമുണ്ടായിരുന്നു. ഈ കാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, കാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെ സമയത്ത് ഡോവല് മുത്തഖിയുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് താലിബാനുമായിട്ടൊരു പാലം ഇടുകയും അതിലൂടെ ഇവരെ ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ബട്ട് ഇറ്റ്സ് അൺകൺഫേംഡ്. അത് ഒരിക്കലും കൺഫേം ആവുകയില്ല. ആ ഒരു പാലം, അതായത് അന്ന് താലിബാനുമായിട്ടൊരു പാലം ഉണ്ടായിരുന്നു. ആ പാലം മുമ്പോട്ട് കൊണ്ടുപോവുകയും അമേരിക്ക ഉപേക്ഷിച്ച് പോയല്ലോ, അഫ്ഗാനിസ്ഥാനെ ഉപേക്ഷിച്ചിട്ട് അമേരിക്ക കയറിപ്പോയി എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അമേരിക്ക തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പെട്ടെന്ന് ഇവരുടെ താലിബാന് പെട്ടെന്ന് ഭരണം കിട്ടുകയും ചെയ്തു. അവർക്ക് കുറേ പൈസയും അമേരിക്ക വെച്ചിരുന്ന കുറേ ഡോളറും കിട്ടി, കുറേ ആയുധവും കിട്ടി. ഇതുകൊണ്ട് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ അവിടെ അങ്ങ് ഇരിക്കുമായിരുന്നു. എന്തോ ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അന്നേരമാണ് നമ്മൾ ചെല്ലുന്നത്, അതെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോവാം. ഇൻഫ്രാസ്ട്രക്ചർ വേണമല്ലോ. റോഡുകളില്ല, സ്കൂളുകളില്ല, ഹോസ്പിറ്റലുകളില്ല. അത് നമ്മൾ തരാം, കുഴപ്പമില്ല. ആ ഒരു ബന്ധം നമ്മൾ അവിടെയാണ് ഉണ്ടാക്കി വെച്ചത്. ഒരു കാര്യം വായത് മറന്നു വരുത്, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അയൽ രാജ്യമാണ്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അയൽ രാജ്യമാണ്. നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. ആ ഭാഗം പാകിസ്ഥാൻ ഇല്ലീഗലി ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും നമുക്ക് അതിർത്തിയുണ്ട്. നമ്മുടെ സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ അതിർത്തിയാണ്. അതെ, നമ്മൾ ഇപ്പോഴും പറയുന്ന POK നമ്മുടെയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല, മാറ്റവും ഇല്ല. അത് അങ്ങനെയല്ല എന്ന് പറയുന്നവൻ ആരാണെങ്കിലും ശരി, വിവരം അറിയുകയും ചെയ്യും.
അതിൻ്റെ അകത്തും സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് നേരിട്ട് അതിർത്തിയുണ്ട്, അത് വഖാൻ കൊറിഡോർ വഴിയാണ് എന്നുള്ളതും സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. നമ്മൾ അയൽക്കാരാണ്. അപ്പോൾ ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹത്തോട് പോയിട്ട് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാനായിട്ട് സഹായിക്കാം. താലിബാൻ മതതീവ്രവാദികളാണെന്ന് വിചാരിച്ചതെന്നാണ്. നജീബുള്ളയെ പുറത്താക്കാനായിട്ട് ഹെക്മത്തിയാറിൻ്റെയും കൂട്ടരെയും കൂടെ പിരിയിളക്കി പറഞ്ഞു വിട്ട് ഇവർ വർഷങ്ങളോളം യുദ്ധം ചെയ്തു, സമരം ചെയ്തു. അന്നൊക്കെ ഇവർ ഗോത്രമായിട്ട് വിഘടിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണം അവരുടെ കയ്യിലോട്ട് വന്നത്. ഈ പണി അവർക്കറിയാൻ പാടില്ല. ഇപ്പോഴും യുദ്ധം ചെയ്യാനാണെങ്കിൽ അവരിപ്പോഴും അടിപൊളിയാണ്. ഇപ്പോഴും യുദ്ധം ചെയ്യാൻ അവർക്ക് നല്ല നല്ല കഴിവാണ്, നന്നായിട്ട് അറിയാം. പക്ഷേ ഭരണം അത്ര എളുപ്പമല്ല. യുദ്ധം ചെയ്യുന്ന പോലെ അല്ല ഭരണം നടത്തുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ ഡിപ്ലോമസി ഉണ്ട്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതൊക്കെ എന്താ ചെയ്യണമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. അതിൻ്റെ അകത്ത് നമ്മളൊരു സ്നേഹത്തോടെ അതിൻ്റെ അകത്ത് സഹായിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എസ് ജയശങ്കറിൻ്റെ ഒരു പ്രസ്താവന ഞാൻ മുത്തക്കിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടതാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാന് 20 ആംബുലൻസ് കൊടുക്കും. 20 ആംബുലൻസ് അവർക്ക് വേറെ ആരും കൊടുക്കാത്തതാണോ? അല്ല, 20 ആംബുലൻസ് നമ്മൾ കൊടുക്കും. അതിൻ്റെ അകത്ത് 5 ഡയറക്റ്റായിട്ട് ഇപ്പം കൊടുക്കും. അത് കൊണ്ടുപോകാനായിട്ട് വഴിയില്ല. ചാബഹാർ ബ്ലോക്ക്, ഇത് ബ്ലോക്ക്. അപ്പോൾ ബൈ എയറേ ഇത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു ആംബുലൻസ് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ 15 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് പുറത്തിറങ്ങുന്ന ഒരു ആംബുലൻസ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും 80 ലക്ഷം രൂപ 90 ലക്ഷം രൂപ ആവും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. മനസ്സിലായോ? ശ്വാസം മുട്ടിക്കലിൻ്റെയും ബാക്കിയുള്ള പ്രശ്നങ്ങളുടെയും. ഈ അമേരിക്ക ഉപേക്ഷിച്ച് പോയ സമയത്ത് ഗോതമ്പില്ലായിരുന്നു ഇവർക്ക്, മരുന്നില്ലായിരുന്നു ഇവർക്ക്. നമ്മൾ അവർക്ക് ചാബഹാർ വഴി ഗോതമ്പും മരുന്നും അയച്ചു കൊടുത്തതിൻ്റെ അകത്ത് പകുതി പാകിസ്ഥാൻകാർ അടിച്ചു മാറ്റി. ആ കൊണ്ടുപോയ ലോഡിൻ്റെ അകത്ത് പകുതി പാകിസ്ഥാൻകാർ അടിച്ചു മാറ്റി, ബാക്കി അവിടെ ചെന്നുള്ളൂ. പക്ഷെ അന്നും ഫ്രീ ആയിട്ട് ഇത് കൊടുക്കാൻ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അമേരിക്ക നമ്മളോട് ഗോതമ്പ് ചോദിച്ചു, നമ്മൾ പോയി പണി നോക്കാൻ പറഞ്ഞു. അതെ, ഓർക്കുണ്ടോ? അതെ, നമ്മൾ പോയി പണി നോക്കാൻ പറഞ്ഞു. നമ്മുടെ കയ്യിലില്ല. അവിടെ ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ, അല്ല, ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡോമിനേറ്റ് ചെയ്യാതെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്നേഹബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇവരുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന് പറയുന്ന ഒരു സൗഹൃദം. ആ സൗഹൃദ ബന്ധമാണ് മര്യാദയായിട്ട് കാണുകയാണെങ്കിൽ മര്യാദയായിട്ട് നമ്മളും കാണും. നമ്മൾ ഈക്വൽ ആയിട്ടാണ് സംസാരിക്കും. നമ്മൾ ആരുമായിട്ട് ഈക്വൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ മുഖത്ത് കയറാൻ വന്ന കൂഞ്ഞൊന്നും സ്വഭാവം നമുക്കില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഈ അഫ്ഗാൻ ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ അവരുടെ ഒരു സത്യത്തിൽ അവരുടെ ഒരു പരിശീലന സ്ഥലം തന്നെ ഇന്ത്യയാണ് അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിനെ പരിശീലിപ്പിച്ചത്. അതെ, അപ്പോൾ അതുണ്ട്. പിന്നെ ഈ അടുത്ത സമയത്ത് ഞാനെപ്പോഴും ഒരു വീഡിയോ കണ്ടത്, ഒരു വൈറലായൊരു വീഡിയോ ആയിരുന്നു. അഫ്ഗാനിൽ കൂടെ പോകുന്ന ഒരു യാത്രികനെ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ സമയത്ത് പേപ്പർ ഒന്നും വേണ്ട, ഇന്ത്യൻ അഫ്ഗാൻ ബൈ ബൈ. അതെ അതെ, കണ്ടിരുന്നു, ഞാൻ കണ്ടിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഞാനാണത് ഗ്രൂപ്പിലിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അത് ഇതിൽ പറയുന്നൊരു കാര്യം മതതീവ്രവാദമോ മറ്റു കാര്യങ്ങളോ എന്നുള്ളത് മാത്രം അങ്ങനെ ഒരു രീതിയിൽ നമ്മളിപ്പോൾ നോക്കുന്നില്ല. നമ്മുടെ താല്പര്യം, നമ്മുടെ സാഹചര്യം, നമ്മൾക്ക് മാത്രമല്ല, ഇതൊരു ചെക്ക് വെക്കൽ കൂടിയാണ്. നേരത്തെ നമ്മൾ അങ്ങനെ ചെക്ക് വെക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു അങ്ങനെ അവിടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു അങ്ങോട്ട് ഒരു മുന്നറിയിപ്പും കൂടെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ബന്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. അല്ലാതെ ഇപ്പൊ ഏത് ബന്ധവും ഒരു ചെക്ക് വെക്കലും ഒക്കെയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മാലിദ്വീപ് വലിയ അലമ്പുകളൊക്കെ ആയിരുന്നു. ഇന്ത്യക്കാർ പുറത്തു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസിഡന്റ് അധികാരത്തിൽ കയറിയപ്പം ആ കാരണവർ അവിടെ മണലെ പോയിട്ട് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നതേ ഉള്ളൂ. കൂടുതലൊന്നും ചെയ്തില്ല. അതിൻ്റെ ഫോട്ടോയും കൂടെ എടുത്തിട്ടു, അത്രേ ചെയ്തുള്ളൂ. അല്ല, നമുക്ക് ചെക്ക് ചെയ്യാൻ അറിയാം. നമ്മൾ സൈലന്റ് ആയിട്ട് ഒത്തിരി ബഹളമൊന്നും ഉണ്ടാക്കാതെ അവർ ആക്ഷൻസ് സ്പീക്ക്. ഇതിപ്പോ എന്താകും ഇനിയിപ്പോ ഈ യുദ്ധം കാര്യമായ യുദ്ധത്തിലേക്ക് പോവോ? എന്താണ് ഇപ്പൊ ഈ യുദ്ധം? അല്ല, ഈ എയർ സ്ട്രൈക്ക് നൂർവലിയെ കൊല്ലാനായിട്ട് എയർ സ്ട്രൈക്ക് നടത്തി. അതേപോലെ നൂർവലി ഖൈബർ പഖ്തൂൺഖ്വയിലുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അഫ്ഗാൻ പാകിസ്ഥാൻ ബോർഡർ മുഴുവൻ അവന്മാർ തീയിട്ടു, മൊറോലെസ് അഫ്ഗാനിസ്ഥാനിൽ. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധം ചെയ്യാനായിട്ട് അഫ്ഗാനികളാരും പഠിപ്പിക്കണ്ട, അത് നന്നായിട്ടറിയാം. അതായത് താലിബാൻ ഗവൺമെന്റിന്റെ സ്പോക്സ് പേഴ്സൺ പറയുന്നത് 58 പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു.
30 പേരോളം പരിക്കേറ്റു. 25ഓളം പാകിസ്ഥാനി പോസ്റ്റ് വിട്ട് പാകിസ്ഥാനി പട്ടാളക്കാർ ഓടി രക്ഷപ്പെട്ടു. അത് അഫ്ഗാനികൾ പിടിച്ചെടുത്തു. അവർ കയറി വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കയറിങ്ങ് പോരുകയും ചെയ്യാം. അഫ്ഗാനികൾക്ക് അത്യാവശ്യം ആയുധങ്ങളൊക്കെ അവിടെ മിച്ചം വെച്ചിട്ടാണ് അമേരിക്ക അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അവർക്കുണ്ടോ മറ്റേ ഹെലികോപ്റ്ററൊക്കെ? ഹെലികോപ്റ്ററും ടാങ്കുകളും ഉൾപ്പെടെയുണ്ട്. ഈ ടാങ്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പല പോസ്റ്റുകളിലും ഞാൻ വായിച്ച അപ്ഡേറ്റിൻ്റെ അകത്ത് പല പോസ്റ്റുകളും മറ്റേ ഗേറ്റ് പോലെ അടച്ചിട്ടിരിക്കുന്ന ഗേറ്റുകളൊക്കെ ടാങ്ക് യൂസ് ചെയ്തിട്ടാണ് ഇവർ വലിച്ചു പൊളിച്ച് താഴെ ഇട്ടത് അഫ്ഗാനികൾ. എന്നിട്ട് കയറി അങ്ങ് ചെല്ലുക ആരുടെ എന്ന് വെച്ചിട്ട്. സി ദേ ആർ എ സോവറിൻ കൺട്രി. അവരുടെ ആ സോവറിനിറ്റി റെസ്പെക്ട് ചെയ്യാതെ ഈ കുവൈറ്റിനെ സദ്ദാം ഹുസൈൻ പരിഗണിച്ച പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക കാനഡയെ പരിഗണിക്കാൻ ശ്രമിച്ച പോലെ, അമേരിക്ക എന്നല്ല ശരിക്കും പറഞ്ഞാൽ ട്രംപ് കാനഡയെ പരിഗണിക്കാൻ ശ്രമിച്ചതുപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ നോക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഒട്ടും ഇഷ്ടമല്ല. സ്പീക്ക് ടു ദം ആസ് ഈക്വൽസ്. അതായത് സമന്മാരായിട്ട് സംസാരിക്കുക. ഒരു ബഹുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ബഹുമാനം കൊടുത്ത് സംസാരിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല പാകിസ്ഥാന്റെ ഉദ്ദേശവും നടക്കില്ല. താലിബാനെ വെച്ച് ഇന്ത്യ അടിക്കാന്നുള്ള തീരുമാനവും നടക്കത്തില്ല. അതും നടക്കുന്ന അല്ല, അമേരിക്ക ഇട്ടിട്ട് പോയ ആയുധങ്ങളെല്ലാം കൂടെ കാശ്മീരിൽ എത്തിക്കാനായിട്ടായിരുന്നു അവന്മാരുടെ പരിപാടി. അതെ, അത് നടക്കൂല. അത് നടക്കൂലെന്നല്ല, ഒരു പരിപാടി നടക്കൂല. ഈ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള മരുന്നുകളും ബാക്കിയുള്ള സംഗതികളും ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് കൊടുക്കാവുന്നതേ ഉള്ളൂ. പാകിസ്ഥാൻ എന്ത് കൊടുത്തില്ല അവർക്ക്? പാകിസ്ഥാനിൽ ഭക്ഷണം ഇല്ല. അവൻ ഈ അടുത്ത കാലത്ത് അവർക്ക് വിലക്കയറ്റവും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഭക്ഷണമില്ല എന്ന് വിചാരിച്ചു. ശരി, സമ്മതിച്ചു. മരുന്നും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാമല്ലോ. അറ്റ്ലീസ്റ്റ് കാശ് മേടിച്ചിട്ടാണെങ്കിലും കൊടുക്കാമല്ലോ. ഇന്ത്യ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്, അത് വേറെ കാര്യം. അതിന് മാത്രം പാകിസ്ഥാനിൽ കാശില്ല, അവർക്കത് കൊടുക്കാമല്ലോ. അത് ചെയ്തില്ലല്ലോ. ഒരു സമാന്മാരായിട്ട് ഒരു മിനിമം മര്യാദ കൊടുത്തുകൊണ്ട് സംസാരിക്കാമല്ലോ, ചെയ്തില്ലല്ലോ. മാത്രമല്ല ഈ ക്രിക്കറ്റിൽ പിന്നെ പാകിസ്ഥാൻ തോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രോളുന്നത് അഫ്ഗാനികളാണ്, ഇന്ത്യക്കാർ. അല്ല, വെറുപ്പിക്കുന്നുകൊണ്ടല്ലോ. അതെ അതെ. അല്ല, ഇത് മൊത്തത്തില് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനികൾ വെറുപ്പിക്കലാണ്. മനസ്സിലായില്ലേ? മര്യാദക്കാരെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാൻ തോറ്റാലും ആരും ട്രോളാനൊന്നും പോകുന്നില്ല. ഇന്ത്യക്കാരെ എത്രയോ രാജ്യക്കാരെ തോൽപ്പിക്കുന്നുണ്ട്. ക്രിക്കറ്റിൻ്റെ അകത്ത് മറ്റു പല രാജ്യക്കാരെയും തോൽപ്പിക്കുന്നുണ്ടല്ലോ. അവിടെ ഒന്നും ആരും ട്രോളാനൊന്നും പോകാറില്ല. പാകിസ്ഥാനിന് മാത്രം എന്താ ഇത്ര കലിപ്പ് ക്രിക്കറ്റിൻ്റെ അകത്ത്? കാരണം അവന്മാരുടെ ചൊറിച്ചിലും മാന്തലുമാണ്. അല്ല, തീർന്നില്ല. ഈ ക്രിക്കറ്റിൽ പാകിസ്ഥാന്റെ ഓരോ ജയവും ഹിന്ദുക്കളുടെ മേൽ മുസ്ലിങ്ങൾ എടുക്കുന്ന വിജയമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ബാക്കി അതിന്റെ ട്രോളും വരും. ഇതൊരു വലിയ സംഘർഷം ഇന്ത്യക്ക് ഇടപെടുന്ന രീതിയിലേക്ക് പോകുമോ, അതോ ഇവിടെ വെച്ച് തീരുമോ? അഫ്ഗാനിസ്ഥാൻ നിർത്തി. അഫ്ഗാനിസ്ഥാൻ ഇനി ഞങ്ങൾ ആക്രമിക്കുന്നില്ല, ഇനി ഇങ്ങോട്ട് ഹോസ്റ്റലിറ്റീസ് ഉണ്ടായില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു പ്രസ്താവന ഞാൻ കണ്ടു. അപ്പോൾ അത് അവിടെ കൊണ്ട് നിൽക്കുമായിരിക്കും. എന്തുവാണേലും അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ നിന്നും കൂടെ തല്ലു മേടിച്ച് കൂട്ടാൻ തന്നെയാണ് പാകിസ്ഥാന്റെ യോഗം. അതിപ്പം എന്താ പറയുക, തലയെ വരച്ചത് തൂത്താ പോവില്ല. അവര് അനുഭവിച്ചു തന്നെ അറിയണം, അത്രയേ ഉള്ളൂ.